ശരിയായ അഖീദയായിരിക്കണം, വിശ്വാസ കാര്യങ്ങളായിരിക്കണം നാം പഠിച്ച് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. അഖീദ പഠിക്കലിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കുന്നതിന് ഒന്നാമത്തെ കാര്യം, എല്ലാ പ്രവാചകന്മാരും ആദ്യം സമുദായത്തെ പഠിപ്പിച്ചത് അഖീദയാണ്, സഹീഹായ അഖീദയാണ്. രണ്ടാമത്തേത്, സഹീഹായ അഖീദയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കപ്പെട്ട അമലുകളാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായിട്ടുള്ളത്. ഒരാൾ ധാരാളം അമൽ ചെയ്തു, നിസ്കരിച്ചു, നോമ്പ് നോറ്റു, സക്കാത്ത് കൊടുത്തു, എല്ലാ വർഷവും ഹജ്ജ് ചെയ്തു, പക്ഷെ അവൻ്റെ അഖീദയിൽ ചെറിയൊരു പോയിൻ്റ് വ്യത്യാസത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ നിന്ന് അവൻ്റെ അഖീദ മാറിപ്പോയാൽ ഈ അമലുകളൊന്നും നാളെ ആഖിറത്തിൽ ഉപകാരപ്പെടില്ല. ഇതാണ് രണ്ടാമത്തെ കാര്യം. നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ അഖീദ സഹീഹാകണം. അഖീദ മൊത്തമായിട്ടും പഠിച്ചു മനസ്സിലാക്കി